കോവിഡ് ബൂസ്റ്റർ ഡോസ് എന്ന വ്യാജേന 66-കാരിക്ക് കുത്തിവെപ്പെടുത്ത സംഭവത്തിൽ ഒടുവിൽ പ്രതി പിടിയിലായി. പത്തനംതിട്ട വലഞ്ചൂഴി സ്വദേശിയായ ആകാശാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ പോലീസ് ഇന്ന് പുറത്തുവിട്ടിരുന്നു. ഈ ദൃശ്യങ്ങളിൽ യുവാവ് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിന്റെ നമ്പർ വ്യക്തമായിരുന്നു. ഇങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ആകാശ് എന്ന 28-കാരൻ പിടിയിലായത്. CK അഭിലാലുണ്ട് വിശദാംശങ്ങളുമായി. അഭിലാൽ, പട്ടാപ്പകൽ വീട്ടിൽ ഒരു അജ്ഞാതനെത്തുന്നു. അയാൾ വന്ന് സിറിഞ്ചുമായി 2 തവണ ആ വയോധികയെ കുത്തിവെക്കുന്നു. ബൂസ്റ്റർ ഡോസ് ആണെന്ന് പറയുന്നു. സിറിഞ്ച് കത്തിച്ചു കളയാൻ പറയുന്നു. യഥാർത്ഥത്തിൽ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? പിടിയിലായ ആകാശൻ 22 വയസ്സാണ് പ്രായം. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കവലയിൽ പ്രവർത്തിക്കുന്ന ഒരു കാർ അക്സസറീസ് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ഉപയോഗിച്ച സ്കൂട്ടറിന്റെ നമ്പറുകൾ പോലീസിന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഉടമയെ കണ്ടെത്തുകയും ഇയാളുടെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുകയുമാണ് ചെയ്തത്. അതാണ് പ്രതിയിലേക്ക് പോലീസിനെ രാത്രിയിൽ തന്നെ എത്തിക്കാൻ ഇടയാക്കിയത്. പിടിയിലാകുന്ന ഘട്ടത്തിൽ ഇയാൾ പരസ്പര വിരുദ്ധമായ രീതിയിലുള്ള മറുപടികളാണ് നൽകിയത്. ചുരുക്കത്തിൽ ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇനിയും വൈദ്യപരിശോധനയോടെ മാത്രമേ ഇതിൽ സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും റാന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഏറെ ആശങ്കകൾ ഉളവാക്കിയ സംഭവത്തിലെ പ്രതി പിടിയിലായിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 11:30 കൂടിയാണ് റാന്നി വലിയകലങ്ക് സ്വദേശിനിയായ ചിന്നമ്മയുടെ വീട്ടിൽ ഇയാൾ എത്തിച്ചേരുന്നത്. കോവിഡ് ബൂസ്റ്റർ ഡോസ് എടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ആളാണ്. അതിന് തയ്യാറാകണമെന്ന് പറയുന്നു. എന്നാൽ 66-കാരി ആദ്യഘട്ടത്തിൽ വിസമ്മതം അറിയിച്ചെങ്കിലും നിർബന്ധപൂർവ്വം ഇവരെ കുത്തിവെച്ചു എന്നുള്ളതാണ്. അതേസമയം തന്നെ രാത്രി പ്രതിയെ ചിന്നമ്മയുടെ വീട്ടിലെത്തിച്ചപ്പോൾ പ്രതി തന്നെ കുത്തിവെച്ച പ്രതി ഇത് തന്നെയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിന്നമ്മയെ താൻ കുത്തിവെച്ചില്ല എന്ന് ആദ്യം പറഞ്ഞ പ്രതി പിന്നീട് കയ്യിൽ കുത്തിവെപ്പ് നടത്തി എന്ന വിശദീകരണമാണ് നൽകിയത്. എന്നാൽ ഏണിന് ഇരുവശത്തുമാണ് തനിക്ക് ഇഞ്ചക്ഷൻ ലഭിച്ചത് എന്നുള്ളതാണ് ചിന്നമ്മ വിശദീകരിക്കുന്നത്. അപ്പോൾ പോലീസ് സംശയിക്കുന്ന മറ്റൊരു കാര്യം, ചിന്നമ്മയ്ക്ക് യഥാർത്ഥത്തിൽ കുത്തിവയ്പ് ഇയാൾ നൽകിയിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. ഏണിൻ ഭാഗത്തേക്ക് സിറിഞ്ച് വെക്കുക ഉണ്ടായതെന്നും പോലീസിന് സ്ഥിരീകരണമായിട്ടില്ല. എന്തായാലും ചിന്നമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഏതുമില്ല. ആശങ്കകൾ ഏറെ ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ്. അയാൾക്ക് മാനസിക വിഭ്രാന്തി സംശയിക്കുന്നുണ്ട്.